സോ ഗൈസ്, ഫൈനലി ഞാൻ ട്രോൺ ഏരിസ് കണ്ട്. ലാസ്റ്റ് വീക്കാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഞാൻ ഇനീഷ്യലി അതിൻ്റെ മുമ്പുള്ള പാർട്ട് ഞാൻ പലതവണ കണ്ടിട്ടുള്ള, എത്ര പ്രാവശ്യം പോലും എനിക്കറിയത്തില്ല, ട്രോൺ ലെഗസി. അപ്പോൾ അത് 2010 ഇറങ്ങിയ പടമാണത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പടം ട്രോൺ ഏരിസ് ശരിക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പടം. അതിൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു ടൈമിനനുസരിച്ച രീതിയിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതും അതിൻ്റെ അകത്തെ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കുറെ എയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമ കാണുമ്പം ശരിക്കും വിഷ്വലി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ മുടക്കിയ കാശ് ശരിക്കും അറിയാനുണ്ട്. അതിൻ്റെ അകത്ത് നല്ലതായിട്ടാണ് അവർ എല്ലാം ഷൂട്ട് ചെയ്തതും അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഗ്രാഫിക്സിനുള്ള ഒരു ലെവല് അത് ശരിക്കും ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ നമ്മുടെ സിനിമയുടെ സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റോറി ബേസിക്കലി ഒരു ചെറിയ ലൈനിൽ പറയുകയാണെങ്കിൽ അത് ഒരു പടത്തിലൊരു ചേസിങ് ആണ്. ഫുൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു ചേസിങ് ആണ്. അപ്പൊ ഈ ചേസിങ്ങിന്റെ ഒരു ബേസിസിൽ പടം പോകുമ്പോൾ നമുക്ക് ചേസിങ് ആണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ. അപ്പം ഇതൊരു ചെറിയൊരു പോയിന്റ് കീപ്പ് ചെയ്തിട്ടാണ് അവർ അപ്പുറം മൊത്തം ഓടിച്ചത്. അതുകൊണ്ട് എനിക്ക് കഥ വൈസ് എനിക്ക് ശരിക്കും ഒരു ആവറേജ് പടമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. ബട്ട് വിഷ്വലി അത് നല്ല സ്റ്റണ്ണിങ് ആണ്. ആക്ഷൻസ് കൊള്ളായിരുന്നു. എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഇനി ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ശരിക്കും. ട്രോൺ ലെഗസിയുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുവരായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഏറിയസിൽ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ചേസിങ്ങിൽ തന്നെ ആ പടം മൊത്തം തീരുവാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ വില്ലൻ ഉണ്ടാവുന്ന വില്ലനും ആ സ്റ്റൈലിൽ ആ ഒരു വേൾഡ് ഡെവലപ്പ് ചെയ്തതും അതൊക്കെ ചെയ്തതും എല്ലാം നല്ലതായിരുന്നു. അതും നല്ലതായിട്ട് ചെയ്ത്. പിന്നെ പടത്തിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ട്രോൺ ലെഗസിയുടെ ആ ലെവലിൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെന്തുകൊണ്ടാണ് ആ ആൾക്കാരെ മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് മ്യൂസിക്കിന്റെ ഒക്കെ നോക്കിയെന്ന ആൾക്കാരെ മാറ്റി. പക്ഷെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന BGM ആയിരുന്നു ശരിക്കും. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ആ പടത്തിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇടുമായിരിക്കും. പക്ഷെ അവർ ചെയ്തിട്ടില്ല. ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണിത്. അതെന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് മൊബൈലിലോ TV-യിലോ കണ്ടു കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ഈ പടം കണ്ടെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം കമന്റിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.